അപ്പോൾ ഈ എപ്പിസോഡ് ഞാൻ തുടങ്ങിക്കോട്ടെ രാമൻ? ഓ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഞാൻ കുറച്ച് ചോദ്യങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇത് ഭയങ്കര ഹോട്ട് ടോപ്പിക്കാണ്. ഈ ഫോർ പ്ലേ എന്ന് പറയുന്നത് ഭയങ്കര ഹോട്ട് സാധനം. അപ്പോൾ എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹമുണ്ട്. ഇപ്പോൾ പുരുഷന്മാരോട് ചോദിക്കുകയാണെങ്കിൽ ഭർത്താക്കന്മാരോ പാർട്ട്നേഴ്സോ പങ്കാളിയോ പുരുഷനോ സ്ത്രീ എങ്ങനെയായാലും കുഴപ്പമില്ല, കുറച്ച് ചോദ്യങ്ങളാണ്. അതായത് നിങ്ങൾ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളി ഒരുങ്ങുമ്പോൾ നിങ്ങളിങ്ങനെ ഇരുന്ന് വാച്ച് ചെയ്യാറുണ്ടോ? നിങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടി മാത്രമല്ല, അവർക്ക് ആ ഫീലിംഗ് കിട്ടാൻ, ലൈക്ക് സംബഡി ഈസ് വാച്ചിങ് ആൻഡ് അപ്രിഷ്യേറ്റിംഗ് ദം, അവർ നോക്കുന്നുണ്ടോയെന്ന്. അല്ലെങ്കിൽ അവർ കുളിക്കുന്ന സമയത്ത് നിങ്ങൾ പതുക്കെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കാറുണ്ടോ? അല്ലെങ്കിൽ അവർ കുളിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ആ നനഞ്ഞ തോർത്തോടുകൂടി അത് മാത്രം കെട്ടി പുറത്ത് വരാറുണ്ടോ? പങ്കാളി അവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ കാണുമെന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ നോക്കുമെന്നോ അറിഞ്ഞുകൊണ്ട് തന്നെ വരാറുണ്ടോ? അങ്ങനെ വന്നിട്ടിങ്ങനെ അറിയാതെ, മനസ്സിലായില്ലേ, ഓരോ പോസ്റ്ററൊക്കെ മുടി ഇങ്ങനെ കെട്ടുന്നതും അതിലേക്കൊക്കെ പോവാറുണ്ടോ? അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ആക്ച്വലി ഫോർ പ്ലേ. മിക്ക ആൾക്കാരും ഫോർ പ്ലേ എന്ന് വിചാരിക്കുന്നത് സെക്സ് എന്ന് വിചാരിക്കുന്നതും കറക്റ്റ് അല്ല. ഇപ്പോൾ ഭാര്യേനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഭർത്താവിന് ഫുഡൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ലഞ്ച് ബോക്സ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടായിരുന്നു. അതിനകത്തെ പോലെ ചെറിയ ഇങ്ങനെ നോട്ടൊക്കെ വെച്ച് അതിനകത്ത് ചിലപ്പോൾ അവർ കണ്ടില്ല എന്ന് വരും, ചിലപ്പോൾ വേറെ വല്ലതും കണ്ടെന്ന് വരും, എന്നാലും അങ്ങനെ അയക്കാറുണ്ടോ? അല്ലെങ്കിൽ ഇപ്പം ഫോണിലിങ്ങനെ അൺഎക്സ്പെക്റ്റഡായിട്ട് എന്തെങ്കിലും ഇങ്ങനെ ഒരു സെക്സ്റ്റിംഗ് എന്ന് പറയും, എന്തെങ്കിലും ഒരു അവർക്ക് ഇഷ്ടം തോന്നുന്ന മെസ്സേജസ് അയക്കാറുണ്ടോ? കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചെന്നുള്ളൂ, വെറുതെ ഇങ്ങനെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കേരളത്തിൽ ഇനിയിപ്പോൾ മഴക്കാലം വരും, ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ. മഴക്കാലം വരുമ്പോൾ നിങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങളുടെ പങ്കാളിയുടെ കൂടെ മഴയത്ത് ആ വെള്ളത്തിൽ തല്ലി ഇങ്ങനെ ചവിട്ടി ആ മഴ ഇങ്ങനെ ആസ്വദിച്ച് രണ്ടാളും കൂടെ കുളിച്ചിട്ടുണ്ട്? അപ്പോൾ പബ്ലിക്കിലയ്യോ കാണും നാണം. പബ്ലിക്കിലാവണമെന്നില്ലല്ലോ, നിങ്ങളുടെ പറമ്പിൽ മഴ പെയ്യുമല്ലോ, നിങ്ങളുടെ ടെറസിൽ മഴ പെയ്യുമല്ലോ. എത്ര പ്രാവശ്യം നിങ്ങളത് ചെയ്തിട്ടുണ്ട്? എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആ മഴ നനഞ്ഞിട്ടുള്ള ആ ഒരു ഫിസിക്ക് അവന് മനസ്സിലാവുമല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര എൻജോയ് ചെയ്തിട്ടുണ്ട്? ഇതൊക്കെ സ്ഥിരം നമ്മൾ കാശ് കൊടുക്കാതെ ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊന്ന് ചിന്തിക്കുക, ഇമാജിൻ ചെയ്യുക, എന്നിട്ട് നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് അങ്ങോട്ട് കയറാം. നീ ക്വസ്റ്റ്യൻ തുടങ്ങിക്കോ. എപ്പോഴും രാമാണല്ലോ ചോദിക്കണം, അപ്പം ഞാൻ വിചാരിച്ചു ഈ പ്രശ്നം ഞാൻ ചോദിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതെ, അപ്പോൾ നമ്മൾ നേരത്തെ ഈ വജൈനിസ്മസ് ടോപ്പിക് ഡിസ്കസ് ചെയ്തപ്പോഴും അതേപോലെ ഓർഗാസം ടോപ്പിക് ഡിസ്കസ് ചെയ്തപ്പോഴും ഈ ഫോർ പ്ലേയുടെ ഇമ്പോർട്ടൻസും വന്നായിരുന്നു. അപ്പം ഫോർ പ്ലേനെ പറ്റി പലർക്കും പല ഐഡിയ, കാരണം ഇതിനെപ്പറ്റി ഒരു ഓതന്റിക് ആയിട്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് ആൾക്കാർ ചെയ്യണമെന്നില്ലല്ലോ. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് സോഴ്സസ്, അല്ല അതായത് എന്തൊക്കെയാണ് അവന്യൂസ് ഉള്ളത്? ഇപ്പോൾ ഫോർ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആളുകൾക്ക് സത്യം പറഞ്ഞാൽ കുറേ പേർക്ക് ഫോർ പ്ലേ എന്താണെന്ന് അറിയാത്തവരുണ്ട്. അപ്പോൾ എന്താണെന്ന് പറയാം, അതായത് ആക്ച്വൽ സെക്സിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും അറൗസൽ അല്ലെങ്കിൽ ഉത്തേജനം വരുന്ന അല്ലെങ്കിൽ ഡിസയർ താല്പര്യം വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, അതൊക്കെ അത് തൊട്ട് മുമ്പെന്ന് പറയുമ്പോൾ തമാശ എന്താണെന്ന് വെച്ചാൽ സെക്സ് ഇപ്പോൾ വൈകുന്നേരം ആണെങ്കിൽ ഫോർ പ്ലേ വൈകുന്നേരം ആവണമെന്നില്ല, അത് രാവിലെ ആവാം, ഉച്ചയ്ക്കാവാം, അത് ഒരാഴ്ച മുമ്പാവാം, അല്ലെങ്കിൽ രണ്ടാൾ രണ്ട് രാജ്യത്തിരുന്നാവാം. ഒരാളിപ്പോൾ ഗൾഫിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ നാട്ടിലാണെങ്കിൽ ആൾ വരുന്നതിന് മുമ്പേ തന്നെ ഇവിടെ നിന്ന് നമുക്ക് മാസങ്ങൾക്ക് മുമ്പ് ഫോർ പ്ലേ തുടങ്ങാം. അപ്പോൾ അതിനിങ്ങനെ പ്രത്യേകിച്ച് കാലയളവും സമയവും കാലവും ഒന്നുമില്ല. അപ്പോൾ ഫോർ പ്ലേ എന്ന് പറയുന്നത് ആ ഡിസയറും അറൗസലും വരുത്തിക്കാനുള്ള ഒരിതാണ്. ഇത് കാമസൂത്രയിൽ വളരെ നന്നായിട്ട് പറയുന്ന ഒരു സാധനമാണ്. പക്ഷെ കാമസൂത്ര വേറെ എപ്പിസോഡിനാണ്. പിന്നെ ഇതിനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല ടൈപ്പായിട്ട് നമുക്കിതിലേക്ക് പോവാം. ഇപ്പോൾ ചോദിച്ചതിന് ഉത്തരം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ സ്ത്രീയോ പുരുഷനോ അല്ലെങ്കിൽ മറ്റുള്ള ഓറിയൻറ്റേഷനുള്ള വ്യക്തികൾക്കോ എല്ലാം വ്യത്യസ്തമായിരിക്കും. പലപ്പോഴും സ്ത്രീകൾക്ക് കൂടുതൽ ഫോർ പ്ലേ ആഗ്രഹമുണ്ട്, അവർക്കൊരു റൊമാൻറ്റിക് ഇത് പൊതുവേ ഇഷ്ടമാണ്. പിന്നെ പ്രായം അനുസരിച്ച് വ്യത്യാസം വരും. ഒരു ടീനേജർ എടുത്ത വ്യത്യാസം, മിഡിൽ ഏജ് ഡിഫറെൻറ്റ്, ഓൾഡ് ഏജ് ഡിഫറെൻറ്റ്, പിന്നെ കാലഘട്ടം, പണ്ടത്തെയും ഇപ്പോഴത്തെയൊക്കെ വ്യത്യാസമാണ്. ഇപ്പം പണ്ടത്തെ മലയാള സിനിമകൾ ഹിന്ദി സിനിമകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള റൊമാൻറ്റിസിസം ഭയങ്കര ഹൈ ആണ്. ഇപ്പോൾ കുറേ മെക്കാനിക്കലാണ്, കുറേ മേ ബി എക്സ്പോഷർ കൂടുതൽ കാണിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ന്യൂഡും ഉണ്ടാവാം. പക്ഷെ പഴയ മലയാള സിനിമകൾ തന്നെ എടുത്താൽ മതി, അതിനകത്ത് ആ റൊമാൻറ്റിക് സീൻസൊക്കെ ഞാനൊക്കെ ചെറുപ്പത്തിലേ കണ്ടതാണ്. ഐ മീൻ സ്കൂളിൽ പഠിക്കുന്ന ചെറിയ ക്ലാസ് കണ്ട, ഇപ്പോഴും അതിൻ്റെ സീൻസ് മറക്കാൻ പറ്റുന്നില്ല. അതായത് അത്രയ്ക്കും ടച്ചി ആയിട്ടുള്ള സീൻസും അത്രയ്ക്കും ഒരു ഫീലിംഗ് ഉണ്ട്.
അവരുടെ ആ ഒരു ഇതിനകത്ത്. ഇന്നത്തെ കാലത്ത് എത്ര കാണിച്ചാലും ആ ലെവൽ വരുന്നു എന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ പറയാൻ പറ്റുന്നില്ല. അന്ന് പിന്നെ ഈ ബ്ലൂ ഫിലിമും പോകണമെന്ന് അങ്ങനെ ഇല്ലെങ്കിലും അത് ധാരാളം മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ കാലഘട്ടത്തിൻ്റെ വ്യത്യാസമുണ്ട്. പിന്നെ രാജ്യങ്ങളെടുത്താലുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ വെസ്റ്റേണിലെടുത്താൽ ഭയങ്കര ഡിഫറെൻറ്റാണ്. നമ്മുടെ ഈസ്റ്റേൺ കൾച്ചറിൽ, പൊതുവേ ഇന്ത്യൻ കൾച്ചറിലും ഏഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചൈനീസ് കൾച്ചറിലൊക്കെ ഇതിനെ കുറച്ചും കൂടെ ഒരു നാച്ചുറലായിട്ടും സ്പിരിച്വലായിട്ടൊക്കെയാണ് നമ്മൾ കാണുന്നത്. വെസ്റ്റേൺ കൾച്ചറിൽ കുറച്ചും കൂടെ ഒരു എന്താണ് പറയുക, മെക്കാനിക്കലായിട്ട് പൊതുവെ ഈ സെക്യുലർ റിലേഷനെ കാണുന്നതും നമ്മളുടെ അത്രയും ഒരു എസ്തെറ്റിക് ഇത് അതിനകത്ത് അത്രയും വരുന്നില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന അത്രയും ഇപ്പം ജുവലറിയോ കളർഫുൾ ഡ്രസ്സോ ഒന്നും അവർ ചെയ്യുന്നില്ലല്ലോ. പിന്നെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വ്യത്യാസങ്ങളുണ്ട് എല്ലാത്തിലും. പിന്നെ നമ്മുടെ സെൻസസ്, പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ എന്നൊക്കെ പറയും. പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ സെൻസസ്? നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ നമ്മൾ പുറത്തുനിന്ന് നമുക്ക് സെൻസ് ഇല്ല. അത് എന്തൊക്കെയാണ്? കാഴ്ച, കേൾവി, ടേസ്റ്റ്, ടച്ച്, സ്മെല്ല്. പിന്നെ വേറെ എനർജി ലെവൽസ് ഫെർദർ ഉണ്ട്, നമുക്കറിയാൻ പാടാത്ത കുറച്ചും കൂടെ ഉണ്ട്. പിന്നെ അതിനകത്ത് നമുക്ക് പെയിൻ സെൻസേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ, വൈഡായിട്ട് എടുത്തു കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ ശരീരം നമ്മളെ സ്പേസിൽ എങ്ങനെ കീപ്പ് ചെയ്യുന്നു, പോസ്റ്റേഴ്സ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ ഫോർ പ്ലേനെ നമുക്കിങ്ങനെ പല ഏജിൽ, പല ടൈപ്പിൽ, പല ഇതായിട്ട് ഇങ്ങനെ തിരിക്കാൻ പറ്റും. നമ്മുടെ മലയാളം സിനിമയിൽ പഴയൊരു പാട്ടുണ്ടല്ലോ, കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും രോമാഞ്ചമേ എന്ന് വെച്ചാൽ അതൊക്കെ പണ്ടത്തെ മൂവീസിൽ ആ ഫിസിക്കൽ സാധനം ഇത്ര അധികം ഉണ്ടായില്ലല്ലോ. അപ്പോൾ ആ കൂടുതലും മുഖത്തെ ഭാവാനുഭവം, ഈ അഭിനയങ്ങളും ഈ നോക്കുന്നത്, കണ്ണിലേക്കുള്ള ആ നോട്ടങ്ങളും അതൊക്കെ ശരിക്കും വളരെ ഇതായിട്ടുണ്ട്. ഇപ്പം അത്രയും ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കാണിക്കുന്നില്ല. പല സീനുകളും ഉണ്ട് ഈ കണ്ണുകൊണ്ടുള്ള ഓരോ കളികളുണ്ട്. പണ്ട് കണ്ണുകൊണ്ട് തന്നെ അവർ ഓൾമോസ്റ്റ് എല്ലാം ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളങ്ങനെ എടുത്തു നോക്കിയാൽ ഓരോ സെൻസസും അപ്പോൾ കണ്ണ് ഡയറക്റ്റ്ലി ഓൾമോസ്റ്റ് ഒരു ജനറ്റിക്കലി നമ്മൾ കോഡഡ് ആണ് മനുഷ്യർ. മറ്റേ വ്യക്തിക്ക് നമ്മളോട് അട്രാക്ഷൻ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ കണ്ണിൻ്റെ ഒറ്റ നോട്ടം മതി. എങ്ങനെയാണെന്നറിയോ? പ്യൂപ്പിൾ ഡയലേഷൻ. അതെന്താണെന്നൊന്ന് പറയുമോ, എക്സ്പ്ലെയിൻ ചെയ്ത്? അത് ആ ഇൻട്രസ്റ്റ് കൂടുമ്പോൾ കോർണിയ വലുതായിട്ട് അത് കോർണിയല്ല, ഐറിസ്. അതായത് നമുക്ക് കണ്ണിൻ്റെ കൃഷ്ണമണി എന്ന് പറയണതിൻ്റെ സെൻറ്റർ പാർട്ട്, അതിനാണ് നമ്മൾ ഈ ഐറിസ് എന്ന് പറയുന്നത്. ആ സെൻറ്റർ പാർട്ട് വെളിച്ചം കുറയുമ്പോൾ അത് വലുതാവും, കൂടുതൽ വെളിച്ചം ഉണ്ടാവാനായിട്ട്. അത് രാത്രി ആകുമ്പോൾ അപ്പോൾ അത് വലുതാവും. അതേപോലെ നമുക്കൊരു വ്യക്തിയുടെ അടുത്ത് അട്രാക്ഷനോ അറൗസലോ താല്പര്യം തോന്നിയാൽ നമ്മുടെ ആ കൃഷ്ണമണിയുടെ നടുക്കത്തെ ഭാഗം അത് വലുതാവും, വികസിക്കും. അപ്പോൾ അത് കാണുമ്പോൾ മറ്റേ വ്യക്തി, നമ്മൾ പറഞ്ഞില്ലെങ്കിലും മറ്റേ വ്യക്തിക്ക് മനസ്സിലാവും നമുക്ക് അവരോട് അട്രാക്ഷൻ അറൗസൽ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ഈ പബ്ബുകളിലും ബാറുകളിലും ഒക്കെ ഡിം ലൈറ്റ് വെക്കണത് ജനറലി. കാരണം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് അതും ഒരു ഡ്രിങ്കൊക്കെ അടിച്ച് കഴിയുമ്പം വേറെ ആൾക്കാരെ ചൂസ് ചെയ്യുന്നത്. വെസ്റ്റേൺ കൾച്ചറിൽ ഭയങ്കര കോമൺ ആണ്. ആൾക്കാർ ബാരിയർ താഴെ വരും. ബാരിയർ എന്ന് വെച്ചാൽ കണ്ടു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വിചാരിക്കും അട്രാക്റ്റഡ് ആണെന്ന്. അപ്പോൾ ഇത് സത്യം പറഞ്ഞ ഒരു സൂത്രം കൂടിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് അട്രാക്ഷൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഡിം ലൈറ്റ്, അതാണ് ഈ കാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്ന് പറയുന്ന സാധനം. അതാണ്, കണ്ണിലേക്ക് ലൈറ്റ് അടിക്കില്ലല്ലോ, കൊച്ചു മെഴുതിരിയൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇത് വരും. അപ്പോൾ ആ വിഷ്വൽ ഇതിൻ്റെ ആ ഐറിസിൻ്റെ എഫക്റ്റ് ഉണ്ട്. പിന്നെ ബാക്കി എല്ലാം ഇരിക്കുന്നത് കാഴ്ചയിലാണല്ലോ, മൊത്തം ഇതിലാണ്. അതായത് ഈ സെക്ഷുവാലിറ്റി ഒരു വലിയ അളവ് വരെ സൗന്ദര്യത്തിലാണ്. സൗന്ദര്യം എന്ന് പറയുമ്പോൾ ബോഡി പാർട്ടിൻ്റെ ബോഡി ഷേപ്പും പറഞ്ഞു. അപ്പോൾ ഇതിലൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഇത് പല സ്ഥലത്തുനിന്ന് വായിച്ചിട്ടുള്ള ഇതാണ്. അതായത് മെൻ ആർ മോർ വിഷ്വൽ, അതായത് ആണുങ്ങൾക്ക് കൂടുതൽ കാഴ്ചയിലാണ് പ്രാധാന്യം, സ്ത്രീകൾക്ക് കാഴ്ച ആവണമെന്നില്ല എന്ന് പറയാറുണ്ട്. അതായത് കാഴ്ച അല്ല എന്നാണ് അണ്ടർസ്റ്റാൻഡിങ് ജനറലി. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ഞാനും മെജോറിറ്റിയും അങ്ങനെയാണ്. ജനറലൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, പല വിമനും ഉണ്ടാവും വിഷ്വൽ. ബട്ട് ജനറലി പുരുഷന്മാർ കൂടുതൽ വിഷ്വലാണ്. അതിന് നമുക്ക് സയൻറ്റിഫിക് കാരണങ്ങളും ഉണ്ട് പുരുഷന്മാർ ആക്ച്വലി വിഷ്വൽ ആവാൻ വേണ്ടിയിട്ട്. നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ സെക്ഷുവൽ സാധനം മുഴുവൻ നടക്കുന്നത് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് ഈ റെലവൻസ് വരുന്നത്. ആണുങ്ങൾ വിഷ്വൽ എന്ന് പറയുമ്പോൾ ആണുങ്ങൾ നോക്കുന്നത് ഈ കേർവി ഷേപ്പ്, എന്താ പറയുക, അവർ ഗ്ലാസ് അപ്പിയറൻസ്,
അവർ ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബ്രസ്റ്റും ഇങ്ങനെ നാരോ ആയിട്ടുള്ള വേസ്റ്റും വലിയ ഹിപ്പും. അപ്പോൾ ഈ ഷേപ്പ് ആൾക്കാർ റീഡ് ചെയ്യുന്നതിൻ്റെ കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കൂടുതൽ ഫെർട്ടൈലായിരിക്കും. അതുകൊണ്ടാണ് ആണുങ്ങളത് ജനറ്റിക്കലി കോഡഡ് ആയത്. അപ്പോൾ അതിനൊക്കെ കാരണങ്ങൾ ആണുങ്ങൾ വിഷ്വലാണ്. കാരണം വെച്ചാൽ ഈസ്ട്രജൻ്റെ എഫക്റ്റ് കൊണ്ട് ഈ ഫാറ്റ് ഡെപ്പോസിഷൻ ബ്രസ്റ്റിലും ഹിപ്സിലും ഉണ്ടാവും, വേസ്റ്റിലുണ്ടാവില്ല. അപ്പോൾ ഈസ്ട്രജൻ ഉള്ള സ്ത്രീകൾ, ഫീമെയിൽ ഹോർമോൺ ഓവുലേഷൻ ഉണ്ടെങ്കിൽ ഈസ്ട്രജൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവർക്ക് ഓവുലേഷൻ ഉണ്ട്, ഇവരുടെ അടുത്ത് നമ്മൾ ബന്ധപ്പെടുവാണെങ്കിൽ ഇവർക്ക് കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത ജനറ്റിക്കലി റീഡ് ചെയ്യും. ഇത് ആണുങ്ങൾ അറിഞ്ഞ് ചെയ്യണ സാധനമല്ല അത്. പിന്നെ ജനറലി ചെറുപ്പക്കാർക്കായിട്ടുള്ള സ്ത്രീകൾക്കാണല്ലോ നല്ലൊരു പ്രഗ്നൻസിക്കും കുഞ്ഞുങ്ങളുണ്ടാവാനും സാധ്യത കൂടുതൽ, പ്രായമായവർക്കല്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു വലിയ സയൻസ് ഉണ്ട്. അത് ആ വിഷ്വൽ ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതും നമ്മൾ ജനറ്റിക്കലി കോഡാ തിരിച്ചറിയാൻ. ചെറുപ്പക്കാരായിട്ടുള്ള സ്ത്രീകളുടെ എല്ലാ ക്യാരക്ടേഴ്സുമാണ് എല്ലാ പ്രായത്തിലും പുരുഷന്മാരെ അട്രാക്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടുള്ള നല്ല തിളക്കമുള്ള സ്കിൻ, ഇപ്പോൾ ടീനേജ് പെൺകുട്ടികളെ നോക്കിയാൽ അവരുടെ ഫീച്ചേഴ്സ് ആയിരിക്കും ഇതെല്ലാം. നല്ല ക്ലിയർ സ്കിന്നായിരിക്കും, ചുക്കിച്ചുളിവും പാടുകളും അധികം ഇല്ലാത്ത ക്ലിയർ സ്കിന്നായിരിക്കും. ഹെയർ നല്ല തിക്ക് ലോങ് ഹെയർ അല്ലെങ്കിൽ നല്ല തിക്ക് ഹെയർ. കാരണം സ്ത്രീകൾക്ക് പ്രായം കൂടുമ്പോഴും എല്ലാവർക്കും ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പം ഈ ഫെർട്ടിലിറ്റി, അവരുടെ ഹെൽത്ത്, അവർക്ക് നല്ല വൈറ്റമിനൊക്കെ ശരീരത്തിലുണ്ടെങ്കിൽ നല്ല ഹെയർ ഉണ്ടാവുക. വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ഈ എന്താ പറയുക, ഭയങ്കര തിന്നായിരിക്കും ഹെയർ, മുടി കൊഴിച്ചിലുണ്ടാവും, ബ്രിട്ടിൽ, പിന്നെ കളർ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണുങ്ങൾ ചൂസ് ചെയ്യുന്നത് തിക്കായിട്ടുള്ള ഹെൽത്തി ഹെയർ ഉള്ളത്. അപ്പോൾ അവർക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അബ്നോർമാലിറ്റി ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്, അബോർഷൻ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പം നമ്മളറിയാതെ തന്നെ ഇപ്പോൾ ഈ ഹെയർ സാധാരണ ആൾക്കാർ, ഇപ്പം എൻ്റെ സുഹൃത്തുക്കൾ പറയുന്ന ബൈക്കിന് പോകുമ്പോൾ നല്ല ലോങ് ഹെയർ അഴിച്ചുവിട്ട് സിൽക്കി ഹെയർ ആണെങ്കിൽ അവർ പതുക്കെ സ്ലോ ഡൗൺ ചെയ്യുന്നത്. എന്നുവെച്ചാൽ അതവരുടെ ഒരു ടെൻഡൻസിയാണ്, ആരോ ഉപദ്രവിക്കാനോ ഒന്നുമല്ല. അപ്പോൾ ഈ വായി നോക്കലെന്ന് പറയുന്ന ഒരു സങ്കല്പം നമ്മൾക്ക് പ്രകൃതി അറിഞ്ഞു തന്നിട്ടുള്ള ഒരു കഴിവാണ്. ഇപ്പം അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിലേക്ക് ഞാൻ പിന്നെ വരാം. അപ്പോൾ ഹെയറിൻ്റെയും സ്കിന്നിൻ്റെയും ആ ഷേപ്പിൻ്റെയും ഇതിലൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൗന്ദര്യം, ഭംഗിയുള്ള വസ്തുക്കൾ നമ്മൾ ആണായാലും പെണ്ണായാലും നമ്മൾ കോഡഡ് ആണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ഫിഗേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കേർവി ഫിഗേഴ്സ് ഉണ്ട്. നമുക്ക് കേർവി സാധനങ്ങൾ ജനറലി ഇഷ്ടം, റൗണ്ട് ഷേപ്പുകളോ. ഇപ്പം വീടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ വീടുകൾക്കൊക്കെ നല്ല ആർക്കിടെക്ചർ ഉണ്ട്, നല്ല ഭംഗിയുള്ള ഷേപ്പുകളും പാറ്റേൺസും ഒക്കെ ഉണ്ടല്ലോ. പലപ്പോഴും വെസ്റ്റേണിൽ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ സ്കൈ സ്ക്രേപ്പ് വലിയ കെട്ടിടങ്ങൾ വന്നപ്പോൾ എല്ലാം തീപ്പെട്ടി ഷേപ്പായില്ലേ. അത് നമ്മൾ ആക്ച്വലി ആസ് ഹ്യൂമൻസ് നമ്മൾ സൗന്ദര്യം കണ്ടാൽ നമുക്ക് റിലാക്സ്ഡ് ആവും, നമുക്ക് ഇഷ്ടപ്പെടും. നമ്മൾ ഈ എല്ലാം തീപ്പെട്ടി പോലെയുള്ള സാധനങ്ങൾ കണ്ടാൽ നമ്മളത് നെർവസ് സിസ്റ്റം നമ്മൾ ഉത്തേജിപ്പിക്കില്ല, നമുക്കത് ബോറിംഗ് ആണ്, നമ്മൾ ഡിപ്രഷനിലേക്കും ആങ്സൈറ്റിയിലേക്കും പോകും. അപ്പോൾ നമ്മളുടെ പണ്ടത്തെ ശൈലിയിലുള്ള ഭംഗിയുള്ള കൊത്തുപണി ചെയ്ത സാധനങ്ങൾ നമുക്കിപ്പോഴും നല്ലത്. നമ്മൾ സൗകര്യത്തിന് വേണ്ടിയെല്ലാം ഇതാക്കി. ആ സൗന്ദര്യത്തിൻ്റെ സാധനത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രകൃതിയിൽ ചെടികൾക്കായാലും മരങ്ങൾക്കായാലും എല്ലാത്തിനും ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾക്ക് നല്ല ഷേപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കോഡഡ്. നമ്മൾ എന്തെങ്കിലും ചൂസ് ചെയ്യുമ്പം അത് നല്ലതാണോ, അപ്പം ഒരു ഫുഡായാലും അല്ലെങ്കിൽ ഒരു മരമായാലും ചെടിയായാലും എന്ത് സാധനവും നമ്മൾ പ്രകൃതിയിൽ നിന്ന് സൗന്ദര്യമുള്ള സാധനങ്ങൾ, സിമെട്രി ഉള്ള സാധനങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു എലമെൻറ്റ്. സിമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വശവും ഒരുപോലെ ഇരിക്കുക. ഇപ്പം ഇലയില്ലേ, രണ്ട് സൈഡിലും ഇലകളിങ്ങനെ ഒരുപോലെ ഇരിക്കുക. നമ്മളുടെ ഫേസിലെ സിമെട്രി, രണ്ട് സൈഡ് ഏകദേശം ഒരുപോലെ ഇരിക്കുന്നത് നമ്മൾ ജനറ്റിക്കലി നോർമൽ ആണെന്ന് കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അപ്പോൾ ജന്മന തന്നെ നമുക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത, ഹെൽത്തി കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറയും. അപ്പോൾ ജനറ്റിക് അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ സിമെട്രി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് നമ്മൾ സൗന്ദര്യം നോക്കുന്നത്. നമ്മൾ അറിഞ്ഞിട്ടല്ല, പക്ഷെ നമ്മൾ പലപ്പോഴും സൗന്ദര്യം നോക്കണം. ഇതൊന്നും തെറ്റല്ല, നമുക്ക് ഉള്ളിൽ നിന്നുള്ള ഇൻസ്റ്റിങ്ക്റ്റാണ്. അപ്പോൾ നമ്മൾ ആളുടെ ക്യാരക്ടറല്ലേ നോക്കണ്ടേ, നിങ്ങൾ എക്സ്റ്റേണൽ ആണോ നോക്കിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളറിയാതെ തന്നെ നമ്മളൊരു പങ്കാളിനെ ചൂസ് ചെയ്യുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അവർ ഫീമെയിൽ പങ്കാളിയാണെങ്കിൽ റീപ്രൊഡക്റ്റീവ് റോൾ അതിനകത്ത്
വരും. അതുകൊണ്ടാണ് അവർക്ക് ഈസ്ട്രജൻ ഉണ്ടോ, ഈസ്ട്രജൻ കൊണ്ടുള്ള വിഷ്വൽ സാധനങ്ങൾ ഉണ്ടാകുന്ന നോക്കണം. പിന്നെ ഫോർപ്ലേ എടുത്തു കഴിഞ്ഞാൽ ഈ വിഷ്വൽ സാധനം ഒത്തിരി സാധനത്തിൽ വരണ്ടാവും. ഇത് ഒരുപാട് മൂവീസിലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ കേർവി ഷേപ്പ് എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മളിപ്പം ഇത് സിൽക്ക് സ്മിതയുടെ ഒരു പാട്ടുണ്ടല്ലോ, എന്താ പുഴയോരത്തിൽ പൂത്തോണി എത്തിയില്ല. അപ്പം അതിനകത്ത് ഈ പറഞ്ഞ അവർ ഗ്ലാസ് ഫിഗർ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അവർ ഗ്ലാസ് ഫിഗറും അവളുടെ ആ കണ്ണിൻ്റെ ആ ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരുപാട് മൂവീസിൽ കാണിക്കുന്ന ഒരു സാധനമാണ്. അവർ ഗ്ലാസ് ഫിഗർ ഈസ് അട്രാക്റ്റീവ്. പിന്നെ ഈ കാണുന്നതിനകത്ത് ഈ ഭംഗിയും ഇത് മാത്രമല്ല, വേറെ കുറേ എലമെൻറ്റുകളും വന്നു. ഇപ്പോൾ ഇത് നമ്മൾ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ കാഴ്ചയെന്ന് പറഞ്ഞു, ഇപ്പോൾ പുഴയുടെ അടുത്ത് കുളിക്കണ അറിഞ്ഞു. വേറൊരു ഇതുണ്ടല്ലോ നമ്മളുടെ മലയാളത്തിൽ ചന്ദനലേപ സുഗന്ധം, അതിനകത്ത് ആ വടക്കൻ വീരഗാഥ എന്ന് പറഞ്ഞ മൂവിയാണ്. അതിനകത്ത് ഇവളിങ്ങനെ ഒരു ചന്ദനമൊക്കെ തേച്ച് കുളിക്കുന്ന സീൻ, ആൾ വന്നിങ്ങനെ ഹീറോ വന്നിങ്ങനെ നോക്കുന്നതാണ്, സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്ന്. അപ്പോൾ പണ്ട് നമ്മുടെ നാട്ടിൽ ഈ കുളിക്കടവുകളും പുഴയിൽ കുളിക്കുന്നതും ഈറനൊടുത്ത് വരണതൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഇപ്പോൾ അതൊന്നും പാടില്ല. ഇപ്പോൾ വന്ന് എന്താ പറയുക, ഓവറായിട്ടുള്ള ഒരു ഇത് വന്നു. അപ്പോൾ അതിനകത്തുള്ള ഒരു സൗന്ദര്യം, ഈ സ്ത്രീകൾ ഇപ്പോൾ കുളിച്ച് കയറി വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈറനെ കൊടുത്ത് കയറി വരാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അത്രയും റൊമാൻറ്റിക് സാധനം വേറെ ഇല്ല. ആ സീനിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിനകത്ത് ഇവളിങ്ങനെ കുളിച്ച് കയറി വരുന്നത്, ഈ ഹീറോ നിന്ന് കാണുന്നത്, ഇവൾ കാണുമ്പം ഇവളതിനെ അക്നോളജ് ചെയ്ത് ഇത് ചെയ്തിട്ട് അവൾ കുണുങ്ങി ഇങ്ങനെ കയറി പോകുന്ന ഒരിതുണ്ട് നടന്നു പോകുമ്പോൾ അവൾ. അതായത് ഷീ ഈസ് നോട്ട് അവേഴ്സ് ടു ഇറ്റ്. അതിനെ ഇങ്ങനെ കാണിക്കുന്നില്ല, അതിനെ ആക്സെപ്റ്റ് ചെയ്ത് അതിനെ എൻജോയ് ചെയ്ത് ചെയ്യണ ഇതാണ്. ആ ഒരു ഇതും നമ്മുടെ ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്താ പറയുക, കൾച്ചറലി ഒരു ഭാര്യ ഭർത്താവ് പോലും ഈ കാര്യം ചെയ്യുന്നില്ല, ആലോചിക്കാൻ കൂടി പറ്റില്ല ഇപ്പോൾ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പോലും അത് ചെയ്യാണ്ടായി. ഇപ്പോൾ ഒരാളൊന്നും ആസ്വദിക്കുന്നില്ല, മറ്റേയാളത് ആസ്വദിച്ചാൽ അതിനെ അക്നോളജ് ചെയ്ത് അതിനെ എന്താ പറയുക ഒരു പോസിറ്റീവായിട്ട് എടുക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട്. ഇനിയിപ്പം ദൃശ്യ റിലേറ്റഡ് ആയിട്ടുള്ള ഫോർപ്ലേകൾ, ഇത് നമ്മൾ സ്വരങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പം പുരുഷന്മാർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളിൽ ഒന്നാണ് ഈ മണികിലുക്കവും മറ്റേ പാദസരത്തിൻ്റെ കിലുക്കം, കുപ്പിവളയുടെ കിലുക്കം. ഈ ഓർണമെൻറ്റ്സിൻ്റെ റോള് ഭയങ്കര വലുതാണ്. അത് ഉണ്ടാക്കുന്ന സ്വരങ്ങളും അതുണ്ടാക്കുന്ന ഫീലും ആക്ച്വലി അത്യാവശ്യം എറോട്ടിക്കാണ്. ഞങ്ങൾക്ക് പല പേഷ്യൻറ്റും വന്നിട്ട് ഈ സെക്ഷുവാലിറ്റി ഇഷ്യൂ ഉള്ള പേഷ്യൻസ് പറയാറുണ്ട്, അവരുടെ ഭാര്യമാർ ഭയങ്കര മോഡേണാണ്, അവർ മറ്റേ പാൻറ് ഷർട്ട് അവരുടെ മുമ്പിൽ പറയില്ല, തന്നെ ഹിസ്റ്ററി എടുക്കുമ്പോൾ പറയും അവർ പാൻറ് ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഭയങ്കര മെക്കാനിക്കലാണ്, എനിക്ക് താല്പര്യം കുറച്ചും കൂടെ ഇങ്ങനെയൊക്കെ ആവണമെന്നുണ്ട്, പക്ഷേ ഫെമിനൈൻ ആവണമെന്നുണ്ട്, പക്ഷെ എനിക്ക് പറയാൻ ധൈര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഭർത്താക്കന്മാർ പറഞ്ഞ് അവൾ ഹേർട്ടാവോ, അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ്. അപ്പം നമുക്ക് കൾച്ചറും സമയമൊക്കെ മാറി കാര്യം. എന്നിരുന്നാലും നമ്മൾക്ക് നല്ലതായിട്ടുള്ള നമ്മുടെ ഇന്നേറ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് ലൈഫിലേക്ക് വേണമെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, ആസ്വദിക്കാനും പറ്റും. അപ്പോൾ ഇതൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. പലരും ഈ സ്വരങ്ങൾ ഉണ്ടാക്കുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആക്ച്വൽ സെക്സിലല്ല, അതിന് മുമ്പും ഈ കോയിങ് എന്നുള്ള ഒരു ഉണ്ട് ഇംഗ്ലീഷ് ഇതിൽ, ഇങ്ങനെ കൊച്ചു കൊച്ചു സ്വരങ്ങൾ ഉണ്ടാക്കുന്നതും ഇതിനൊരു എന്താ പറയുക കോംപ്ലിമെൻ്ററി സാധനമാണ്. അപ്പോൾ നമ്മളിപ്പോൾ വിഷ്വൽ പറഞ്ഞു, ഓഡിറ്ററി പറഞ്ഞു, പിന്നെ ബാക്കിയുള്ള 3 സെൻസസ് സ്മെല്ല്. സ്മെല്ല് ആക്ച്വലി ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. സ്മെല്ലിൽ നമുക്ക് ഫെറോമോൺസ് എന്ന് പറയുന്ന കെമിക്കൽസ് റിലീസാവും. അപ്പോൾ ഈ ഫെറോമോൺസ് റിലീസാവുമ്പോഴാണ് മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ മൃഗത്തിന്, ഇപ്പോൾ ഫീമെയിൽ മൃഗത്തിന് ഓവുലേഷൻ ആയോ തിരിച്ചറിയുന്നത്, അവർ മെയ്റ്റ് ചെയ്യുന്നതും. മനുഷ്യരിലും ഉണ്ട് ഫെറോമോൺസ്. പക്ഷെ നമ്മളെന്താ ചെയ്യണേ, നമ്മൾ പെർഫ്യൂം അടിച്ച് നമ്മുടെ നാച്ചുറൽ ഫെറോമോൺസ് എല്ലാം മാസ്ക് ചെയ്യും. പെർഫ്യൂം അടിച്ച് നാച്ചുറൽ ഇത് ചെയ്യുന്നത് ഒരു മണ്ടത്തരം. ഇത് നമ്മൾ വെസ്റ്റേൺ കൾച്ചറിൽ നിന്ന് വന്ന സാധനം. അപ്പം നമ്മൾ റിച്ച് ആണെന്നൊരു ഫീല് വരാനായിട്ടാണ് മോസ്റ്റ്ലി ആൾക്കാർ പെർഫ്യൂം അടിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയായിട്ടുള്ള അട്രാക്ഷനിൽ ഫെറോമോൺസ് മാസ്ക് ചെയ്താൽ വലിയൊരു ഇതുണ്ടാവും. അപ്പം ഐഡിയലി കുളിച്ച് വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പെർഫ്യൂമിൻ്റെ ആവശ്യമില്ല, നമുക്ക് നാച്ചുറലായിട്ടൊരു ഇതുണ്ട്. പിന്നെ നമുക്ക് നാച്ചുറൽ ഇതുകളുണ്ട്, അഫ്രോഡിസിയാക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഉത്തേജനം വരുത്തുന്ന സാധനങ്ങളുണ്ട്. അപ്പം അതിനകത്ത് ഈ മുല്ലപ്പൂ അല്ലെങ്കിൽ പിച്ചിപ്പൂ, ലാങ്കിപ്പൂ, ഇതിൻ്റെയൊക്കെ സ്മെല്ല് ഉത്തേജനം വരുത്തുമെന്നാണ് പറയണത്.
അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ കൾച്ചറിൽ നിന്ന്. ഇപ്പോൾ തമിഴന്മാരാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവർ തമിഴിയൻസ് മിക്കവാറും പൂക്കളൊക്കെ ഇപ്പോഴും വെക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യണതിൽ ഇപ്പം എന്താ തെറ്റ്? നമ്മൾ കാലം മാറി എല്ലാം മാറി, പക്ഷെ നമ്മളുടെ എൻജോയ്മെൻറ്റുകളും പ്ലഷറും എന്തിനാ കളയണം? ഇതൊക്കെ നമുക്ക് ഇപ്പോഴും ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇപ്പോൾ ഒരു ലേഡി അവർ ഇങ്ങനെ കുളിച്ച് നല്ല ഡ്രസ്സിൻ്റെ കാര്യത്തിലേക്ക് പിന്നെ വരാം, ഇങ്ങനെ ആഭരണങ്ങളും കിൽക്കുള്ള സാധനമൊക്കെ ഇട്ട് മുല്ലപ്പൂവൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ മറ്റേ ഇറക്ഷൻ ഉണ്ടാകാൻ ആൾക്ക് മരുന്നും ഒരു സാധനവും പോണും ഒരു ഇതും വേണ്ടി വരില്ല. അത് അവർ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവരെല്ലാം അതിൽ നിന്നൊക്കെ വിട്ടുമാറി ഇതിലേക്ക് തന്നെ വന്നോളും. പല പുരുഷന്മാരും ഇപ്പോൾ പോണിലേക്കും മറ്റേ ഇതിലേക്കും ഒക്കെ അല്ലെങ്കിൽ ഈവൻ എക്സ്ട്രാ മാരിറ്റലും പോകുന്നത് ഒരു കാരണം അവർ പറയുന്നത് നമുക്കവർക്ക് തൊടാൻ സമ്മതിക്കുന്നില്ല, പ്ലഷർ കിട്ടുന്നില്ല, ഭാര്യമാർ സഹകരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും. അപ്പോൾ ഇങ്ങനെയുള്ള ഫോർ പ്ലേയുടെ എലമെൻറ്റ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ രണ്ട് കൂട്ടർക്കും വേറെ ഒരു ഇതിൻ്റെയും ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ 3 കവർ ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ടച്ചും കവർ ചെയ്യണം, പിന്നെ ടാക്ടൈൽ സ്പർശനം പല രീതിയിലുണ്ട്. പിന്നെ അതിനകത്ത് ആലിംഗനം, ചുംബനം, അങ്ങനെ പല സാധനം വരുന്നുണ്ട്. സ്പർശനം എടുത്തു നോക്കിയാൽ എഗെയിൻ നമുക്ക് ടച്ച് ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ABCD പറയണ പോലെയാണ് സെക്സിൽ ടച്ച്. പലതരം ടച്ചുകളുണ്ട്. ഇതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം ടച്ചിൻ്റെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ജെൻറ്റിലായിട്ട് ടച്ച് ചെയ്യണതാണ് പലപ്പോഴും രണ്ട് കൂട്ടർക്കും ഏറ്റവും പ്ലഷറബിൾ. മുറുക്കി ടച്ച് ചെയ്യണതല്ല ഏറ്റവും ജെൻറ്റിൽ. അതും നമുക്ക് പല വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ടച്ച് ചെയ്യാനൊക്കെ പറ്റും. ടച്ചിനെ ബേസ് ചെയ്ത് നമ്മളൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്, സെക്സ് തെറാപ്പി, ഇൻറ്റിമസി തെറാപ്പി എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നമ്മളിപ്പോൾ സെക്സ് കുറവുള്ള കപ്പിൾ അല്ലെങ്കിൽ അവർ തമ്മിൽ ഇഷ്യൂസ് ഉള്ളവർ, റെക്ടൈൽ ഡിസ്ഫങ്ഷൻ, ഡിസയർ, എല്ലാതരം സെക്ഷൽ പ്രോബ്ലം ഉള്ളവർക്ക് കോമൺ ആയിട്ടുള്ളൊരു സെക്സ് തെറാപ്പിയിൽ നമ്മൾ ഇൻറ്റിമസി തെറാപ്പി പറയുന്നത് രണ്ട് വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ബേസ്ഡ് തെറാപ്പി പറയുന്നുണ്ട്. ഇൻറ്റിമസി തെറാപ്പി എന്ന് പറഞ്ഞാൽ 6 ആഴ്ച എടുത്തിട്ട് നമ്മൾ ഇവരെ ഒരാഴ്ച ഇത് ചെയ്യണം, അടുത്ത ആഴ്ച ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഹോംവർക്ക് കൊടുത്ത് ചെയ്യുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു തെറാപ്പി തന്നെയുണ്ട്. ടച്ച് ബേസ്ഡ് തെറാപ്പിയാണ്. അപ്പോൾ ടച്ച് ബേസ്ഡ് തെറാപ്പി പ്രോബ്ലം ഉള്ളവർക്ക് പഠിക്കാം. പക്ഷേ ഇതൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഇത് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ആലോചിച്ചിട്ട് നിങ്ങളുടെ അവസ്ഥയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം മിക്ക ആൾക്കാരും ഡയറക്റ്റ്ലി സെക്സിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അവിടെ എവിടെയൊക്കെ തട്ടും, അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കും വെക്കും, പിന്നെ നേരെ അല്ലെങ്കിൽ ഇറക്ഷൻ ഉണ്ടെങ്കിൽ നേരെ പെനിട്രേഷനിൽ പോകും. പക്ഷേ നമുക്ക് ഈ ഫോർ പ്ലേ എന്ന് പറയുന്ന സംഭവം പല ദിവസം പല മാതിരി, ഇപ്പോൾ ഈ വിഷ്വൽ ഓഡിറ്ററി പല സാധനങ്ങൾ പറഞ്ഞല്ലോ, പല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ സെക്സ് ഒരിക്കലും മടുക്കില്ല. ഇപ്പോൾ വിഷ്വലിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു ദിവസം നമുക്കിപ്പോൾ ഈ ലോഞ്ചറി എന്ന് പറയുന്ന നമ്മൾ ലേസ് കൊണ്ടുള്ള വസ്ത്രങ്ങളുണ്ട്, നൈറ്റ് ഡ്രസ്സുകൾ, അല്ലെങ്കിൽ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഇന്നർ വെയേഴ്സ് ഉണ്ട്, പാൻറ്റീസും ബ്രേസറൊക്കെ ലേസിൻ്റെ ഉണ്ട്, ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേറെ ആരും കാണില്ല എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ സ്ത്രീക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡ്രസ്സ് ചെയ്താൽ അത് അവരുടെ ഭർത്താവിന് ഭയങ്കര സന്തോഷമായിരിക്കും. മിക്ക പുരുഷന്മാർക്കും എക്സ്ട്രീംലി ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ബ്ലൂ ഫിലിമോ പോണൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇത് വളരെ ഒരു അധികം ഉത്തേജനം തരുന്ന ഒരു സാധനമാണ്. ഇതിനൊന്നും വലിയ വിലയില്ല വാങ്ങിക്കാൻ ലോഞ്ചറി. പലപ്പോഴും ആളുകൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊന്നും തുറന്ന് പറയില്ല. ഇപ്പം നിങ്ങൾക്ക് ഓൺലൈൻ വരുത്തിക്കാം, ആരും അറിയില്ല, കടയിൽ പോയി വാങ്ങിക്കണമെന്നില്ല, വലിയ വിലയുമില്ല. പിന്നെ അതും വേണ്ടാന്നുണ്ടെങ്കിൽ ലേസ് വാങ്ങിച്ച് തന്നെ തയ്ക്കാവുന്നതുള്ളൂ. ലേസിനൊക്കെ നിസ്സാര വിലയുള്ളൂ. 100 രൂപയ്ക്ക് 1 മീറ്റർ ലേസ് കിട്ടും. അതൊക്കെ വാങ്ങിച്ച് കറുത്ത കളറിൽ അല്ലെങ്കിൽ റെഡ് കളറിൽ മെറൂൺ കളറിലൊക്കെ ലേസിൻ്റെ ഇങ്ങനത്തെ ലേസ് എന്ന് പറയുമ്പോൾ ട്രാൻസ്പാരൻ്റ് ആയിരിക്കും, എല്ലാ അകത്തത്തെ കാണാൻ പറ്റും. പക്ഷേ ഒരു കവറുണ്ട്. അതായത് മൊത്തം ന്യൂഡാവണേക്കാളും ഭംഗി എപ്പോഴും കുറച്ച് കാണുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വസ്ത്രധാരണങ്ങളൊക്കെ കൊണ്ട് ആ ഫോർ പ്ലേയിൽ എന്താ പറയുക, ഇങ്ങനെ സസ്പെൻസ് എലമെന്റ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ വേണമെങ്കിൽ ഇടുന്ന ഡ്രസ്സിൻ്റെ അടിയിലും ഇടാം, എന്നിട്ട് അവിടെ ഇവിടെ കുറച്ച് പുറത്ത് കാണാം, ഡ്രസ്സ് എന്നിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഇത് കാണാം. ലൈക്ക് ഇറ്റ് ഷുഡ് ബി. ഈ സെക്സ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് നോവൽറ്റി വേണം, പുതുമ വേണം, കുറച്ച് അഡ്വഞ്ചർ വേണം, കുറച്ച് റിസ്ക് വേണം. അല്ലെങ്കിൽ ഇത് എല്ലാ ദിവസവും ചെയ്യുന്ന മോണോട്ടണസ് കാര്യമാവും. അപ്പോൾ പുതുമ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലും 50 വർഷം കഴിഞ്ഞാലും നിങ്ങൾക്ക് സെക്സ് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകൾ എന്ന് പറയും.
അപ്പോൾ അത് ആലോചിച്ച് പ്ലാൻ ചെയ്ത് തന്നെ ചെയ്യണം. പക്ഷേ മറ്റേ വ്യക്തി അറിയാതെ ചെയ്യേണ്ടി വരും. അതായത് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ രസം പോയി. അപ്പോൾ അവർ നോക്കുമ്പോൾ 1 fine day ലേസിൻ്റെ ഇട്ടേക്കണം എന്ന് പറയുമ്പോൾ ലൈക്ക് ഹൗ സർപ്രൈസ് ആയിരിക്കും ഇത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് എലമെൻറ്റ്സ് കൊണ്ടുവരാം. അതുപോലെ ഈ ജുവലറി, കുപ്പിവളയും, പാദസരം അതൊക്കെ വാങ്ങിച്ചിട്ടിട്ട് അവർ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലെല്ലാം ചെയ്യാൻ പറ്റും. മേക്കപ്പ് ഇടാം, ലിപ്സ്റ്റിക് ഇടാം. കാരണം ഉത്തേജനം വരുമ്പോൾ ചുമന്ന് വരും. ചില മങ്കീസിനെയൊക്കെ കണ്ടിട്ടുണ്ട്, അവരുടെ റെഡ് കളറിലിരിക്കും ചുണ്ടും ആ ഭാഗമൊക്കെ. ഹ്യൂമൻസിൻ്റെയും റെഡ് ആവും. ജെനിറ്റൽ ഏരിയ, ആ ഏരിയയും ചുണ്ടുകളും ഒക്കെ റെഡിഷ് കളറാവും ഈ ഉത്തേജനം വരുന്ന സമയത്ത്. അപ്പോൾ അതിന് മിമിക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെഡ് ലിപ്സ്റ്റിക്കും അങ്ങനെയുള്ള ഇതുകളൊക്കെ ജനറലി ആൾക്കാരിടാൻ. പ്രായമായ സ്ത്രീകൾ ചെറുപ്പക്കാരികളുടെ പോലെ ആവാൻ വേണ്ടിയിട്ടാണ് മൊത്തമായിട്ടും നമ്മൾ മേക്കപ്പ് അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക്, അങ്ങനെ വസ്ത്രധാരണം, ഹെയർ, പ്രത്യേകിച്ച് വിഗുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്രായമായ ആൾക്കാർ, മുടിയില്ലാത്തവർ യൂസ് ചെയ്യുന്നത് ചെറുപ്പക്കാർ മിമിക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഹോൾ കോസ്മെറ്റിക് ഇൻഡസ്ട്രി നിൽക്കുന്നത് മൊത്തം ജനറ്റിക്കലി നമ്മൾ ചെറുപ്പമായിട്ടുള്ള ഒരാളുടെ അടുത്ത് അട്രാക്റ്റീവ് ആയതിനെ മിമിക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോൾ കോസ്മെറ്റിക് ഇൻഡസ്ട്രി തന്നെ ഇരിക്കുന്നത്. അല്ല, മനസ്സിലായില്ലേ എങ്ങനെയുണ്ട്? ഇപ്പോൾ പാഡഡ് ബ്രാകളുണ്ട്, എന്താ പറയണ, പാഡഡ് ഇത് പാൻറ്റീസ് വരെയുണ്ട്, ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് സർജറി ഉണ്ട്. അപ്പോൾ വിഷ്വൽ ഇതിനകത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫോർപ്ലേയിൽ കൊണ്ടുവരാൻ പറ്റും. വിഷ്വൽ ഇതിൽ പിന്നെ 2 പേർക്കും ഇഷ്ടമാണ്, 2 പേർക്കും താല്പര്യമാണെങ്കിൽ പോൺ കാണുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം പല ആണുങ്ങളും റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ സ്ത്രീകൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അവർ ഇഷ്ടമില്ലെന്ന് പറയും, ഇഷ്ടമുള്ളവരും ഇല്ലാത്തവരും ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ടും കൂടി ഇരിക്കുന്നവരുണ്ട്. അത് വേണ്ട. ആക്ച്വലി 2 പേരും എൻജോയ് ചെയ്യുന്നുണ്ട്. അതൊരു വേറെ മെത്തേഡ് അറൗസലിന് നടക്കണില്ല. അതിൻ്റെ ഒന്നും ആവശ്യം വേണ്ടി വരില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ രണ്ട് പാർട്ട്നേഴ്സ് തമ്മിലുള്ള ആ കണക്ഷൻ അത് വീക്കാവില്ലേ? ഇല്ല, ആവില്ല. എന്ന് വെച്ചാൽ ചിലവർക്ക് ആദ്യമേ അറൗസലിന് ഒത്തിരി ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അവർക്ക് വേണമെങ്കിൽ ഇത് ആക്ച്വലി ഇനീഷ്യലി യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ ഓൺലി ഇഫ് ദേ ആർ കംഫർട്ടബിൾ. നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം. പക്ഷെ ഞാൻ ഒരിക്കലും അത് അഡ്വൈസ് ചെയ്യില്ല. കാരണം പോണിനേക്കാളും 1000 ഇരട്ടി കൂടുതൽ നിങ്ങൾക്ക് ഫോർപ്ലേ നല്ല വൃത്തിക്ക് ചെയ്യാം. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, എത്രയോ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ടച്ചിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇപ്പോൾ ഒരാൾക്ക് മറ്റേ വ്യക്തിനെ പ്ലഷർ കൊടുക്കാൻ പറ്റും. അതായത് അവർ കണ്ണടച്ച് കിടക്കുകയാണെന്ന് ഇമാജിൻ ചെയ്യും. പലതരം മെറ്റീരിയൽ വെച്ചിട്ട് അവരെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് എന്താ എവിടെയാണ് ടച്ച് ചെയ്യണമെന്നല്ല, കാലിലായിരിക്കാം, കയ്യിൽ, മാറി മാറി പല പാർട്ടിൽ ടച്ച് ചെയ്യാൻ പറ്റും. അത് പല സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റും. ഒരു ഫെദർ വെച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ അവർ ഓരോ സ്ഥലത്ത് ടച്ച് ചെയ്യുമ്പോൾ ഓരോ ഫീലിംഗ് ആണ്. അപ്പം ആ നെർവസ് സിസ്റ്റത്തിനെ മുഴുവൻ എണിപ്പിച്ചു കൊണ്ടുവരികയാണത്. എത്രയോ സാധനങ്ങൾ വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇതിന് അൺലിമിറ്റഡ് ആണ്. ഇമാജിനേഷൻ ഹേർട്ടിയിലൊന്നുമില്ല എന്ന് വെച്ചാൽ പ്ലഷർ കൊടുക്കലാണ്. എന്നുവെച്ചാൽ ആ വ്യക്തിയുടെ നെർവസ് സിസ്റ്റത്തിൽ പ്ലഷർ ഫീൽ ചെയ്യുക. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ നെർവസ് സിസ്റ്റം മുഴുവൻ എണിച്ചു വരും. അത് അവർക്ക് സെക്സിന് മാത്രമല്ല, അവരുടെ ജനറൽ ഹെൽത്തിനും നല്ലതാണ്, ബ്രെയിൻ ഹെൽത്തിനും നല്ലതാണ്, അവരുടെ കണക്ഷനും നല്ലതാണ്. രാമന് എന്തൊക്കെ ഇമാജിൻ ചെയ്യാൻ പറ്റും, എന്തൊക്കെ സാധനങ്ങൾ വെച്ച് നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾക്ക് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുക. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഐസ്, ഫെദർ, വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? It can be any material. It can be any material. സിൽക്കിൻ്റെ തുണികളൊക്കെ വെച്ച് ചെയ്യാറുണ്ട്. അത് ചില മൂവീസിൽ മാസ്റ്റുബേഷൻ ചെയ്യുമ്പോഴൊക്കെ കാണിക്കാറുണ്ട്. സിൽക്കിൻ്റെ ഫീല്, അല്ലെങ്കിൽ റഫ് സാധനങ്ങളുടെ, ഇപ്പോൾ ഈ ലിനൻ അങ്ങനത്തെ ചാക്ക് പോലത്തെ മെറ്റീരിയലിൻ്റെ എല്ലാ ടെക്സ്ചറും ഡിഫറെൻറ്റ് ഫീലിംഗ് ആണല്ലോ. സിൽക്കി ഫീലിംഗ്, ഫെദറി ഫീലിംഗ്, ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ്. ഇല്ലെങ്കിൽ ഓയിലൊക്കെ ചൂടാക്കിയിട്ട് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്യാൻ പറ്റും ദേഹത്ത്. അതപ്പോൾ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ഡ്രിപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നടുവിന് അല്ലെങ്കിൽ ഈ പൊക്കിളിൻ്റെ അവിടെ അങ്ങനെയൊക്കെ ഡ്രിപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര ഫീലിംഗ് ആയിരിക്കും. മനസ്സിലായോ? അല്ലെങ്കിൽ ഇപ്പോൾ ക്രീം, എന്ത് സാധനമാണെങ്കിലും ഇങ്ങനെ ഡ്രിപ്പ് ചെയ്യാൻ പറ്റും ദേഹത്ത്. അപ്പോൾ അത് ഏത് സ്ഥലത്താണെന്നറിയില്ല. ഇപ്പോൾ അതേ ഒരു ഫീല് തന്നെയാണ് നമുക്കിപ്പം ഷവർ ചെയ്യുമ്പോൾ കിട്ടുക. അതായത് ഇപ്പം 2 ആളും കുളിക്കുന്നുണ്ട്, 2 ആൾക്കും എത്ര പേര് ഒരുമിച്ച് കുളിക്കുന്നുണ്ട്, ഷവർ ചെയ്യുന്നുണ്ട് കപ്പിൾസ്? വളരെ കുറവായിരിക്കും. ചിലർ തുടക്കത്തിൽ ചെയ്യുമ്പോൾ ചെയ്യത്തേ ഇല്ല. ഈ വലിയ ഷവറിൻ്റെ അടിയിൽ 2 ആൾ നിൽക്കുന്നത് മഴയത്ത് നിൽക്കുന്ന പോലെയാണ്. ആ വെള്ളം വീഴുമ്പോൾ ഉള്ള ഫീല് ഭയങ്കര കൂടുതലാണ്. അത് ഫീല് നമുക്ക് ടച്ചിൻ്റെ ഫീലുണ്ട്. അത് കൂടാതെ നമുക്ക് കാണാനും പറ്റും.
അപ്പം പിന്നെ അതിനകത്ത് മറ്റേ എലമെൻ്റൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ആലിംഗനം ചുംബനമൊക്കെ ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഷവർ ചെയ്യാം, കാശ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഫ്രീ എൻ്റർടൈൻമെൻ്റ് ആണ്. വെരി ഹൈ ഡോപ്പമീനും വെരി ഹൈ ഇതുമാണ്. ടച്ചിൻ്റെ ഇതിൽ തന്നെയാണ് ഇത് വരുന്നത്. ഇപ്പോൾ മസാജ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മസാജ്, പ്രത്യേകിച്ച് ടയേർഡായിട്ട് വരുന്ന ആണായാലും പെണ്ണായാലും ഏത് വ്യക്തിയായാലും മസാജ് ചെയ്യുന്നത് അവരെ ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യിപ്പിക്കും. അതായത് നമ്മുടെ ശരീരത്തിൽ പല കാരണങ്ങളുണ്ട് ടെൻഷൻ എന്നറിയും. ആ ടെൻഷൻ കുറയാനായിട്ട് നമ്മുടെ മസിൽസൊക്കെ ടൈറ്റ് ആവും. പലപ്പോഴും നോട്ട് ഫോം ചെയ്യും. ഈ കഴുത്തൊക്കെ വേദനയുള്ളവർക്ക് ഇങ്ങനെ പിടിച്ചറിയാം, ഇവിടെ ഇങ്ങനെ ഉണ്ട പോലെ കിടക്കും. ഇത് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ആ നോട്ട് മസിൽസ് റിലാക്സ്ഡ് ആവും. നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ്സിൻ്റെ ഓപ്പോസിറ്റാണ് പാരാസിമ്പത്തറ്റിക് ആക്ടിവേഷൻ വന്നിട്ട് നമ്മൾ റിലാക്സ്ഡ് ആവും. അപ്പോൾ മസാജ് ചെയ്ത് കഴിഞ്ഞ് റിലാക്സ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ പുരുഷന്മാർക്ക് എളുപ്പം ഇറക്ഷൻ ഉണ്ടാവും. എറക്ടൈൽ ഡിസ്ഫങ്ഷൻ്റെ ഒരു കാരണം സ്ട്രെസ്സ്, ടെൻഷനാണ്. മസാജ് ചെയ്ത് അവരുടെ ടെൻഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എളുപ്പം ഇറക്ഷൻ ഉണ്ടാവും. മരുന്നില്ലാണ്ട് തന്നെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മസാജ് ഈച്ച് അതർ ഭയങ്കര നല്ലതാണ്. പിന്നെ ഇതിനൊക്കെ സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ പഠിക്കണം. പിന്നെ ഏതോ ഒരു സെൻസ് നമ്മൾ വിട്ടുപോയല്ലോ. ടച്ചിൽ ഈ പറഞ്ഞ പോലെ ഡാൻസിങ്ങും പെടൂലേ? ഐ മീൻ ഐ ഡോണ്ട് നോ. അത് മൂവ്മെൻറ്റിലാണ് വരാം. ടച്ചിൽ വരും, കാരണം കണക്ട് ചെയ്തിട്ടുള്ള ഡാൻസിങ്ങിൽ വരും. അപ്പം അതിനകത്ത് ഇപ്പോൾ ഫോർ പ്ലേ ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പാട്ടൊക്കെ വെച്ചാൽ ഓഡിറ്ററി വന്നല്ലോ, പാട്ട് വെച്ചിട്ട് രണ്ടു പേർക്കും കണക്റ്റഡ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. മൂവ്മെൻറ്റ് തെറാപ്പികളിൽ ആ കണക്ഷൻ വരുന്നുണ്ട്. കൈയോ കാലോ ബോഡിയോ ഒക്കെ കണക്ട് ചെയ്തിട്ട് രണ്ടു പേർക്കും പാട്ടിന് റിത്മിക്കായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതിനിങ്ങനെ പ്രത്യേകിച്ച് സ്റ്റെപ്പും സാധനം ഒന്നുമില്ല, ജസ്റ്റ് മൂവ് ഫോർ മ്യൂസിക്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് മൾട്ടിപ്പിൾ എലമെൻറ്റ്സ് വന്നു. അത് ഫ്ലോയി ഫ്രീ മൂവ്മെൻ്റ് ആണെങ്കിൽ അവരുടെ രക്തോട്ടം ഇമ്പ്രൂവ് ചെയ്തു, അവരുടെ സ്ട്രെസ്സ് കുറഞ്ഞ് അവർ റിലാക്സ്ഡായി, ഈ ടച്ച് ബേസ്ഡ് അറൗസൽ വന്നു, അങ്ങനെ കുറേ സാധനം അതിനകത്ത് വന്നു. പിന്നെ ഈ ഹിപ്സ് മൂവ് ചെയ്യുമ്പോൾ അതിനകത്തോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പം അത് ഈ സെക്ഷുവൽ ഇതിനൊക്കെ ഭയങ്കര നല്ലതാണ്. കാരണം മെയിൻലി ബ്ലഡ് സർക്കുലേഷനാണ് പുരുഷന്മാർക്ക് ഇറക്ഷൻ ഉണ്ടാക്കുന്നതും സ്ത്രീകൾക്ക് ലൂബ്രിക്കേഷൻ ഉണ്ടാക്കുന്നതും. ഇറ്റ് ഈസ് പ്യോർലി രക്തോട്ടം കൊണ്ട് മാത്രമാണ് അത് ഉണ്ടാവണത്. ഈ ലൂബ്രിക്കേഷൻ എവിടെ നിന്നാണ് ഉണ്ടാവണേ? സ്ത്രീകൾക്ക് നനവുണ്ടാവും അറൗസലൊക്കെ, എവിടെ നിന്നാണ് ഉണ്ടാവണേ? വെജൈനൽ വാൾസ് എങ്ങനെയാണ് വരണേ? അതായത് എല്ലാവരുടെ വിചാരം പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ്, കുറച്ച് ഗ്ലാൻസ് എന്നേ വരുള്ളൂ. മെയിനായിട്ടുള്ള ലൂബ്രിക്കേഷൻ വരുന്നത് രക്തോട്ടം വന്നിട്ട് ഇത് തിങ്ങി നിറഞ്ഞു നിൽക്കും. ഈ വെജൈനൽ വാൾസ് ബ്ലഡ് നിറഞ്ഞു നിൽക്കുമ്പം അതിൽ നിന്നുള്ള പ്ലാസ്മ, അതായത് അതിൻ്റെ ഫ്ലൂയിഡ് ഒലിച്ച് പുറത്തേക്ക് വരണം. രക്തത്തിൽ നിന്നുള്ള ഫ്ലൂയിഡ് പുറത്തോട്ട് വരുന്നതാണ് ലൂബ്രിക്കേഷൻ. അത് പ്ലാസ്മയാണ്. ആക്ച്വൽ ബ്ലഡിൻ്റെ അകത്തെ ഫ്ലൂയിഡാണ് പുറത്തേക്ക്. അപ്പോൾ രക്തോട്ടം കൂടിയാൽ മാത്രമേ ലൂബ്രിക്കേഷൻ ഉണ്ടാവുള്ളൂ. അപ്പം മിക്ക സ്ത്രീകളും വളരെ കോമൺ ആയിട്ട് നമ്മുടെ കംപ്ലൈൻറ്റ് എന്താണെന്നറിയോ? ചെറുപ്പക്കാർക്കും ലൂബ്രിക്കേഷൻ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പ്രോപ്പറായിട്ട് അറൗസ്ഡ് ആയിട്ടില്ല. സമയം കൊടുത്ത് ഇതുപോലെ നല്ല ഫോർ പ്ലേ ഒക്കെ ചെയ്ത് അവർ അറൗസ്ഡ് ആയാൽ അവർക്ക് ലൂബ്രിക്കേഷൻ വന്നിട്ട് പിന്നെ ബന്ധപ്പെടുമ്പോൾ പെയിൻ ഉണ്ടാവില്ല. പിന്നെ അപ്പോൾ അവരുടെ ആ ഒരു ഫീലിങ്സും കൂടുതലായിരിക്കും. ഒബ്വിയസ്ലി അവർ പ്രോപ്പർലി അറൗസ്ഡ് ആണ്. അപ്പോൾ ആദ്യം പ്രോപ്പർലി അറൗസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഫോർ പ്ലേകൾ പലതും പറയണത്. അപ്പോൾ നമ്മൾ 4 ടച്ച് ചെയ്തു, 4 സെൻസും ടച്ച് ചെയ്തു. ടേസ്റ്റും കൂടി പറഞ്ഞു തന്നാൽ. ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൈമറി സാധനമാണ് നമ്മളുടെ. സ്മെല്ലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ടേസ്റ്റ് എന്ന് പറയുമ്പോൾ രുചികൾ, രുചികൾ എന്നൊക്കെ പറയാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പല എലമെൻറ്റ്സും ഫോർ പ്ലേയിൽ ആഡ് ചെയ്യാമല്ലോ. ഏതൊക്കെ സാധനമാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്? ഐസ്ക്രീം, ചോക്ലേറ്റ്, അങ്ങനെ. ഐസ്ക്രീം, ചോക്ലേറ്റിനാണെങ്കിൽ കഫീൻ ഉണ്ട്. അപ്പം നമുക്ക് ഒന്നും കൂടെ ബ്ലഡ് സർക്കുലേഷനും കൂടും. കുറച്ചൊരു ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ അതുവഴി ഉത്തേജനം ഉണ്ട്. അഫ്രോഡിസിയാക് പ്രോപ്പർട്ടി ഉണ്ട് ചോക്ലേറ്റിന്. അപ്പോൾ ചോക്ലേറ്റ് ആവാം. അപ്പം ചോക്ലേറ്റ് എങ്ങനെ ആവാം? ഹാർഡ് ഫോം ആവാം, ലിക്വിഡ് ഫോം ആവാം, അതെങ്ങനെ വേണമെങ്കിലും ആവാം. പക്ഷേ ഈ ഫോർ പ്ലേയിൽ ചോക്ലേറ്റ് എങ്ങനെ ഉപയോഗിക്കും?
ഇമാജിൻ ചെയ്ത് നോക്കി. അതാ, so it can be applied and used, touch, taste, everything can be together. അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ചോക്ലേറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് വെച്ചാൽ പണ്ടൊരു കണ്ടിട്ടുണ്ടോ, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കണ്ടിട്ടുണ്ടോ? പഴയ സിനിമയാ, ലാലേട്ടന്റെ ആദ്യത്തെ സിനിമ. ആ മൂവിക്കകത്തൊരു സീനുണ്ട്, പൂർണിമ ജയറാം, എനിക്ക് ഓർമ്മയൊന്നുമില്ല, പഴയതല്ലേ. ആ മൂവിയിൽ ഒരു ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ ഡോറ് നോക്ക് ചെയ്യുമ്പോൾ അവൾ തോർത്തെടുത്ത് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പം മുട്ടായി കൊടുക്കുന്ന ഇവനാന്ന് തോന്നുന്നു മുട്ടായി കൊടുക്കുന്നത്. ഈ ഹീറോ മുട്ടായി കൊടുക്കുമ്പം വായിൽ വെച്ചിട്ട് കൊടുക്കും. ചോക്ലേറ്റ് നമുക്ക് അതുപോലെ തന്നെ കൊടുക്കാം, വായിൽ വെച്ചിട്ട് വായെന്ന് തന്നെ ഇങ്ങനെ എടുക്കുന്നതുണ്ട്. അപ്പം ഭയങ്കര എക്സ്ട്രീംലി ഇറോട്ടിക് ആയിട്ടുള്ളൊരു സീനാണ്. ചോക്ലേറ്റ് ഒരാളുടെ വായിൽ വെച്ചിട്ട് നമുക്ക് അതൊന്നും എടുത്ത് കഴിക്കാം, മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് കുറേ സാധനം വന്നു. ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് വന്നു, അതിനകത്ത് ടച്ച് വന്നു, പിന്നെ അതിനകത്ത് ഒരു നോവൽറ്റിയും ഒരു വ്യത്യസ്തത വന്നു, ഒരുപാട് സാധനങ്ങൾ വന്നല്ലോ. പിന്നെ ചോക്ലേറ്റും ചുണ്ടും ഒക്കെ തിരിച്ചറിഞ്ഞാൽ മതി, അത് കടിച്ചു തിന്നാതിരുന്നാൽ മതി, കാരണം അത്ര ടേസ്റ്റ് തെറ്റിപ്പോവും. അപ്പോൾ അങ്ങനത്തെ കൊച്ചു കൊച്ചു സാധനങ്ങൾ കുറേ ചെയ്യാം. ബാക്കി സ്ഥലങ്ങൾ ഞാൻ പറയുന്നില്ല, നമുക്ക് എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ആവാം. അപ്പം ഈ അങ്ങോട്ട് തന്നെ പോകണമെന്നില്ല. ഈ ചില സ്ത്രീകൾക്ക് ഓറലിനോടൊക്കെ ഇച്ചിരി വിഷമമുള്ള സ്ത്രീകളുണ്ട്. അപ്പോൾ അവർക്ക് ചോക്ലേറ്റൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാവും അത്, കാരണം അതിൻ്റെ ആ ഒരു ടേസ്റ്റും സ്മെല്ലും ഇതൊക്കെ മാറുമ്പോൾ കുറച്ചും കൂടെ ടോളറബിളാവും. ചോക്ലേറ്റ് പോലെ തന്നെ ഈ പറഞ്ഞ പോലെ വേറെ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ആവാം, മുട്ടായിയോ ഐസ്ക്രീം എന്തായാലും. പക്ഷെ ഇറ്റ് ഷുഡ് നോട്ട് ബി ഡേഞ്ചറസ്. നമ്മൾ ഈ ഫോർ പ്ലേ ചെയ്യുന്നതിൽ റിസ്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും ഡേഞ്ചർ ആവരുത്, എല്ലാം സേഫായിട്ട് ചെയ്യണം. ഇപ്പോൾ ബാത്റൂമിൽ നിന്ന് കുളിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവസാനം അതിനകത്ത് തെന്നി വീണ് ഫ്രാക്ചർ ആവരുത്, അതിൻ്റെ ഒരു ചെറിയ സാധ്യതയും കൂടി ഉണ്ട്. പ്രത്യേകിച്ച് ബാത്ത് ഉണ്ടല്ലോ, ബാത്തിൽ വെള്ളം പിടിച്ചിട്ട് രണ്ടാളും കൂടെ വെള്ളത്തിൽ കിടക്കുക, നിങ്ങൾക്ക് ഫോർ പ്ലേ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ അത് ഭയങ്കര റിസ്കി ആയതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. അതിനകത്ത് ഓയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്ലിപ്പറി ആവും, അപ്പോൾ ഫ്രാക്ചറിൻ്റെ റിസ്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് കെയർഫുൾ ആയിരിക്കണം. പക്ഷേ ഇതൊക്കെ എന്താ പറയുക, വളരെ എൻജോയബിളായിട്ടുള്ള നോവലായിട്ടുള്ള മെത്തേഡ്സാണ്. ഈ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു സാധനം കൂടെ ഞാൻ പറയാം. ഈ നമ്മൾ ബ്യൂട്ടി പാർലർ സ്പായിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുണ്ട്, എന്താ പറയുക, ഫ്രൂട്ട് സ്ക്രബ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മുടെ സ്കിൻ നന്നാവാൻ വേണ്ടിയിട്ട് പപ്പായ സ്ക്രബ്, കോക്കനട്ട് സ്ക്രബ്, മാംഗോ സ്ക്രബൊക്കെ ഉണ്ട്. അപ്പോൾ സ്കിൻ ഭയങ്കര നന്നാവും. ഇതിനൊന്നും വലിയ വിലയില്ലല്ലോ, അതിന് 4000 രൂപയൊക്കെ കേട്ടോ വില. ഞാനത് കേട്ടിട്ട് ഓടി തിരിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് ഒരു മാങ്ങയോ പപ്പായയോ ഒക്കെ വാങ്ങിക്കാൻ എത്ര രൂപയോ? ഇത്രയൊക്കെയല്ലേ ആവുള്ളൂ. പിന്നെ ബാത്റൂം കഴുകണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ട്, ചൂലും ഇത്തിരി വെള്ളവും മതിയല്ലോ. അപ്പം നമുക്ക് വേണമെങ്കിൽ പങ്കാളിക്ക് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം അപ്ലൈ ചെയ്യാം. അതായത് നല്ല പഴുത്ത പപ്പായ മാങ്ങയൊക്കെ എടുത്തിട്ട് അവരുടെ ശരീരത്തിൽ ഇതെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ടേസ്റ്റിൻ്റെ എലമെൻറ്റ് വന്നു, അപ്ലൈ ചെയ്യാനും പറ്റും, എന്ത് വേണമെങ്കിലും പറ്റും. അപ്പോൾ അതിൽ ടച്ചിൻ്റെ എലമെൻറ്റ് വന്നു, ടേസ്റ്റിൻ്റെ എലമെൻറ്റ് വന്നു, എന്ന് വെച്ചാൽ നോവൽറ്റി വന്നു, പുതുമ വന്നു, പിന്നെ ഫ്രീ ബ്യൂട്ടി കെയറുമായി. സ്കിൻ നന്നാവും, രണ്ടാളുടെ സ്കിന്നും നന്നാവും. അവസാനം ഒന്ന് ക്ലീൻ ചെയ്യണമെന്നുള്ളൂ, അല്ലെങ്കിൽ നിറയെ ഉറുമ്പ് വരും. അപ്പോൾ പപ്പായയോ മാങ്ങയോ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഞാൻ പറയണത് നമുക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചാൽ ഇത് എൻലെസ്സാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ പറയാഞ്ഞ വേറൊരു സാധനം ഞാൻ പറയാം, ആർട്ട്, കല. ഇത് മൊത്തം ഒരു കലയാണ്, പക്ഷെ ഇതിനകത്ത് കല കൊണ്ടുവരാൻ പറ്റും. ആർട്ട് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? ഏതെങ്കിലും സിനിമയിൽ കണ്ടിട്ടുണ്ടോ പടം വരയ്ക്കണേ? കണ്ടിട്ടുണ്ട്. ഏത് സിനിമയിലാണ്? സിനിമയുടെ പേര് ഓർമ്മ വരുന്നില്ല. വൈശാലി. ഓ കണ്ടിട്ടുണ്ടോ? വൈശാലി കണ്ടിട്ടുണ്ടോ? വൈശാലിയിൽ ഈ ഋഷി ശൃംഗൻ ഇങ്ങനെ പുറത്തല്ലേ പടം വരയണേ, ഇങ്ങനെ കരി വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മേക്കപ്പ് ചെയ്യണ കൺമഷിയോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കോ വെച്ച് പടം വരയ്ക്കാം, പുറത്ത് വരയ്ക്കാം, ഉള്ളിൽ വരയ്ക്കാം. അതിൻ്റെ ഫീല് ഭയങ്കരമാണ്. അതും ഈ പറഞ്ഞ പോലെ മറ്റേ വലിയ നഷ്ടമുള്ള അത് കേസൊന്നും അല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നിന്ന് ഒരുപാട് പോയി, ഇപ്പം ഇല്ല, ആർക്കും സമയമില്ല. പക്ഷെ ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തിരിച്ചു കൊണ്ടുവരാവുന്ന സാധനങ്ങളാണ് അല്ലേ? നല്ലതായിരിക്കില്ലേ? ലൈഫ് കളർഫുൾ ആവില്ലേ? ഇതാകുമ്പോൾ ടെമ്പററി ടാറ്റു ആയി, മറ്റേത് പെർമനൻറ്റ് ടാറ്റു ആണല്ലോ. അത് വേണ്ട, ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരച്ച് കഴിഞ്ഞ് ഇഷ്ടമുള്ള പടം വരയ്ക്കാം. ആർട്ട് പ്രാക്ടീസ് ചെയ്യാൻ നല്ല ക്യാൻവാസ് അല്ലേ മുമ്പിലിരിക്കണേ. ആണായാലും പെണ്ണിൻ്റെ ഒന്നും കൂടെ എളുപ്പമാണ് കേട്ടോ. ലൈക്ക് ആണുങ്ങളുടെ ബോഡിയിൽ രോമമൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇച്ചിരിയും കൂടി ബുദ്ധിമുട്ടുണ്ടാവും. പെണ്ണുങ്ങളുടെ ബോഡിയിൽ വരയ്ക്കാം ആയിരിക്കും. കുറേ പുതിയ ഐഡിയാസ് ഇന്ന് കിട്ടിയിട്ടുണ്ട്.
എല്ലാവരുടെയും ജീവിതം നല്ലപോലെ വർണ്ണാഭമാവട്ടെ എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ എലിമെൻറ്റ്സ് ഉണ്ട്. പിന്നെ വേറെ ഏത് എലിമെൻ്റുള്ള. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഭയങ്കരമായിട്ട് വിശക്കണു, ഭക്ഷണം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ടോപ്പിക് കണ്ടിന്യൂ ചെയ്യാം. കാരണം ഇനിയുണ്ട് കുറേ 2 ചാപ്റ്ററാക്കാം, അല്ലെങ്കിൽ ആളുകൾക്ക് കണ്ടിരുന്ന് ക്ഷീണിച്ചോ. നമുക്കിത് 2 എപ്പിസോഡായിട്ട് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.